രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിലെ തൗബാലിൽ തുടക്കമായി. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ പതാക കൈമാറി. 15 സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. യാത്ര മുംബൈയിലാണ് സമാപിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ്. ആന്റണി, യാത്ര ആരംഭിച്ചിരിക്കുന്നു, അതിന്റെ സമ്മേളന പരിപാടികളൊക്കെ നടക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി, നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും ഏറെ വൈകിയാണ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര തുടക്കമായിരിക്കുന്നത്. മണിപ്പൂരിലെ തൗബാലിലെത്തിയ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ ആദ്യം പോയത് ഗാഞ്ചോമിലെ യുദ്ധ സ്മാരകത്തിലേക്കാണ്. അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തൗബാലിൽ ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തിയത്. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. അതിനുശേഷം അവിടെ രാഹുലിന്റെ യാത്രയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ബസ് സന്ദർശിച്ച ശേഷമാണ് ഉദ്ഘാടന പരിപാടികളിലേക്ക് പോയത്. അല്പസമയം മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ, രാഹുൽ ഗാന്ധിക്ക് ദേശീയ പതാക കൈമാറി ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഇനി 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. 110 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 15ഓളം സംസ്ഥാനങ്ങൾ ഒക്കെ കടന്ന് യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കുമെതിരെയും ഒക്കെ ശക്തമായ വിമർശനമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ അവിടെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. പക്ഷേ മോദി അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മോദി ആ സമയം മറ്റ് ഇടങ്ങളിലേക്ക് പോവുകയാണ്. മോദി വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് മണിപ്പൂരിലേക്ക് വരുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തുന്നു. ഏതായാലും അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ തുടരുകയാണ്. എബി, ആന്റണി, രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ. മല്ലികാർജ്ജുൻ ഖാർഗെ എന്തായാലും BJPക്കെതിരെയും ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് മണിപ്പൂരിലെ പ്രത്യേക സാഹചര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട്. അപ്പോൾ എന്തായാലും ആ നിലയ്ക്കുള്ളൊരു വിമർശനം, കടുത്ത വിമർശനം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ടല്ലോ. എബി, ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മണിപ്പൂർ വിഷയത്തിലടക്കം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ലോക്സഭയ്ക്കകത്തും പുറത്തും അടക്കം വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. प्रेस के हमारे मित्रों, आप सबका यहाँ बहुत बहुत स्वागत, नमस्कार।